നമുക്കിപ്പോ ഒരു മിമിക്രി ആയാലോ? ഇന്ന് മിമിക്രി മത്സരം പൊടിച്ചു എന്നാണ് കേട്ടത്. അപ്പോ ഇങ്ങനെയായിരുന്നു സാധാരണ രീതിയിലേ നമ്മൾ ഈ മിമിക്രി ഒക്കെ നോക്കുമ്പോ ആളുകൾക്ക് എന്തെങ്കിലും പുതിയത് വരുമ്പോ കൗതുകമാണ് അല്ലെ? മിമിക്രി ആരായിരിക്കും, ആരനുകരിക്കും, അതൊരു വല്ലാത്തൊരു കഴിവാണല്ലോ. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഫ്രഷ് ആയി തവണ എന്താ ഉള്ളത് നോക്കാം. നമ്മുടെ ഒരു കൊച്ചു പിടിക്കനുണ്ട്, കമോൺ വരൂ. അപ്പൊ നമുക്ക് മിമിക്രി ആവാം. പേര് പറയൂ, ഏത് സ്കൂള്? ഞാൻ ആറ്റിങ്ങൽ ബോയ്സ് എന്നാണ് വരുന്നത്. എന്റെ പേര് അക്ഷിത്. ഞാൻ തിരുവനന്തപുരമാണ് ജില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? മത്സരം നല്ല രസമായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും വെച്ചായിരുന്നു. നല്ല രസമായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റി എനിക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ചോദ്യം, ഞങ്ങൾക്ക് ഇത്തവണ എന്താണ് ഫ്രഷ് ആയിട്ട് തരാൻ പോണത്? ഒരു മിമിക്രി. നമുക്ക് തകിലിന്റെ ശബ്ദം ഒന്ന് കേട്ടോക്കാം. തകിലും നാദസ്വരം കൂടെ വരുന്നത് നമ്മുടെ കല്യാണ കച്ചേരി നമുക്കൊന്ന് കേട്ടോക്കാം. ഒരു പൂരം വിട്ടൊരു കല്യാണ ഒരു ഫീൽഡിലേക്ക് പോയില്ലേ നമ്മൾ? ഈ യഥാർത്ഥത്തിൽ തകിലുമായിട്ട് ഇവിടെ മത്സരിക്കാൻ വന്ന കുട്ടികളുണ്ട്, പക്ഷെ ഇവൻ വെല്ലു അല്ലേ? അടിപൊളി. അടുത്തൊരു ഐറ്റം കൂടി പോന്നാലോ? ഇനി നമുക്ക് വിജയുടെ ശബ്ദം ഒന്ന് കേട്ടോക്കാം. വിജയ്. എണ്ണഞ്ചിൽ കുടിയിരിക്കും അൻപാനരിശ്ശേരികളെ மற்றும் ஒவ்வொரு வீட்டிலிருக்கும் குட்டி குட்டி நண்பர்களே எல்லாருக்குமே வணக்கம். வாட்ஸ்அப்பில் புதிய ஃபீச்சர் இறங்கி இருக்கு மெட்டா. நான் யூஸ் பண்ணி பார்த்தாச்சு. நல்ல ஆப்ளிகேஷன் தான். எல்லா மக்களும் யூஸ் பண்ணி பார்க்குங்க, എൻജോയ് பண்ணுங்க. എങ്ങനെയുണ്ടായിരുന്നു സുരക്ഷ? അപ്പൊ ദളപതി ഫാൻസ് കമന്റ് ചെയ്യാം. ദളപതി ഫാനാണോ? അതെ അതെ. ദളപതി അഭിനയം നിർത്താനൊക്കെ കേൾക്കുന്നു, വിഷമമുണ്ടോ? ഇല്ല, എന്താവും. നമുക്ക് മറ്റൊരു മിമിക്രി കലാകാരനെ കൂടി വിളിച്ചാൽ ഉറപ്പായിട്ടും. എന്നിട്ട് ഇത് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കും. അതെ, വാ ഓടി വാ. പേര് പറയും മോനെ. നിഷാൻ മുഹമ്മദ്. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടന്റെ മിമിക്രി? അടിപൊളിയാണ്. എങ്ങനെ മത്സരം കഴിഞ്ഞില്ലേ? മത്സരം കഴിഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചു. പൊടി പൊടിച്ചോ? പൊടി പൊടിച്ചു. പരസ്പരം മത്സരിച്ചോ? മത്സരം. പക്ഷെ എങ്ങനെ സൗഹൃദമൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. ഞങ്ങള് കഴിഞ്ഞ കൊല്ലം ഒരുമിച്ചുണ്ടായിരുന്നു, ഈ കൊല്ലം ഉണ്ടായിരുന്നു. അടുത്ത കൊല്ലം വരുമോ? അടുത്ത കൊല്ലം വരും. അതാണ് സ്പിരിറ്റ്. പിന്നെ അല്ല, അപ്പൊ നമുക്ക് ഒരു മിമിക്രി കാണിച്ചു കൊടുക്കാം അല്ലേ? 4ാമത്തെ വർഷം അപ്പൊ സ്റ്റേറ്റിലേക്ക് വരുന്നത്. തുടർച്ചയായി 4ാമത്തെ വർഷം. മിടുക്കൻ. അപ്പൊ നമുക്ക് ഏതായിട്ടാണ് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നത്? അതൊരു കൊച്ചുകുട്ടി കരയുന്നതിന്റെ ശബ്ദം. ഇടയ്ക്ക് വീട്ടിൽ ഈ ശബ്ദം ഉണ്ടാക്കിയിട്ട് അമ്മേനെ അച്ഛനെ പറ്റിക്കാറുണ്ടോ? ഇല്ല, ഓൽക്കറിയാ. പക്ഷെ ഇങ്ങനെ കുറെ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പറ്റണോണ്ട് ഒന്ന് പേടിക്കണമല്ലേ അവര്? പേടിക്കണം. ഈ മൃഗങ്ങളുടെ ഏതെങ്കിലും ശബ്ദം ഉണ്ടാക്കുമോ? മൃഗങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ആന വേണം ചെയ്യാം. രാഷ്ട്രീയക്കാരോ? രാഷ്ട്രീയക്കാരില്ല. അല്ല, അതൊക്കെ ക്ലീഷേ മാറ്റി പിടിച്ചല്ലേ നമ്മള്. നമുക്ക് ഫ്രഷ്. അല്ല, ഞങ്ങൾ അത് ചെയ്താലേ നിങ്ങൾ തന്നെ ന്യൂസുകാർ പറയും മിമിക്രിക്ക് ഒരു മാറ്റവും ഇല്ല. അതാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഏതാ ഫ്രഷ് ആയിട്ട് ആന തൃശ്ശൂരാകുമ്പോ ആനക്ക് പ്രത്യേകത കുറച്ചുകൂടി അല്ലേ? നമുക്ക് കലോത്സവ പറമ്പിൽ ഒരു പൂരപ്പറമ്പാക്കാം. ഈ തൃശ്ശൂർ എവിടെ നോക്കിയാലും ആനയെ കാണാം. ആന വല്ല ഓടി വരുമോ? ഇല്ല. ഇനി തകിലിയ. തകില്. തകർത്തു, പൊളി. നമുക്ക് ഇവനെ കൊണ്ട് ഒരു ഐറ്റം കൂടി ചെയ്യിപ്പിക്കും. ഒന്നും വേണ്ട കേട്ടോ, എന്തെങ്കിലും പരിപാടിക്ക് ഇവര് തന്നെ മതി, തകിലൊന്നും വേണ്ട. ഒരു പഞ്ചവാദ്യോ എലിഞ്ഞിത്തരമുള്ള ഏത് വേണമെങ്കിൽ പിടിക്കാം. സെറ്റാണ്. അപ്പൊ ഒരു ഐറ്റം കൂടി കാണാം. നമുക്ക് ദുൽഖറിന്റെ ശബ്ദം ഒന്ന് കേട്ടോക്കാം. അപ്പ മനെ പാരിക്കും പറഞ്ഞില്ലപ്പാ അന്തസ് വേണ്ട അന്തസ്. അപ്പൊ നന്ദിന് നേരത്തെ ഞാൻ വല്ലതും ചെയ്യും. അപ്പ ഇതൊരു പെണ്ണല്ലപ്പാ, ഒരു റോബോട്ടാ. നമ്മളെ ഒരു അവീതം ഇല്ലപ്പാ. പൊളിയില്ലേ? പിള്ളേരൊക്കെ വേറെ ലെവലാണ്. ഓരോ വർഷം കൂടുന്തോറും കലാകാരന്മാരുടെ കഴിവും കൂടി വരുന്നു തോന്നില്ലേ? ഉറപ്പായിട്ടും പിള്ളേരൊക്കെ വേറെ വേറെ ലെവലായി മാറുകയാണ്. ഒരേ സ്പിരിറ്റോട് കൂടി നിൽക്കുന്നുണ്ടല്ലേ? പരസ്പരം മത്സരിച്ചിട്ടാണ് നിൽക്കണം അല്ലെ? നിങ്ങൾ ഒരുമിച്ച് നിന്നേ, അപ്പോഴാണ് രസം. അതാണ്